കെ ഗോവിന്ദനോടും വി കുഞ്ഞികൃഷ്ണനോടും 10 ചോദ്യങ്ങളുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. വർഗീയതയോടുള്ള സമീപനം എന്ത് എന്നാണ് ആദ്യ ചോദ്യം. MG വൈസ് ചാൻസലറുടെ നിയമനം RSSകാരെ സെനറ്റ് അംഗമാക്കിയതിനും എന്താണ് നിലപാട് എന്നിവയടക്കമുള്ള ചോദ്യങ്ങളാണ് MV ജയരാജൻ ഫേസ്ബുക്കിലൂടെ ഇവരോട് ചോദിച്ചത്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, ഈ CPMന്റെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നടത്തിയ ഈ അവലോകന റിപ്പോർട്ട്, അതിന്മേലുള്ള പ്രതികരണം ഇന്നലെ വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും നടത്തിയിരുന്നു. ഈ നേതൃത്വത്തെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രതികരണങ്ങളുടെ ഭാഗത്തുണ്ടായി. ഇപ്പോൾ മറുചോദ്യം ചോദിക്കുന്നു MV ജയരാജൻ. എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആകത്തുക? എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്? പ്രസിഡന്റ് അമൃത, ഇന്നലെയായിരുന്നു TK ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും കണ്ണൂരിൽ വാർത്താ സമ്മേളനം നടത്തി ഈ CPIMന്റെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചു. അതിൽ പ്രധാനപ്പെട്ട വിമർശനമെന്ന് പറയുമ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റിയെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവന, അതിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഈ രണ്ട് MLA-മാരും പറഞ്ഞത് അന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഈ സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്ന് എതിർത്തിരുന്നു. പക്ഷേ സംസ്ഥാന നേതൃത്വം ഈ സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു വിമർശനം. ഇതിനെതിരെയാണ് ഇപ്പോൾ MV ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം 10 ചോദ്യങ്ങളാണ് ഈ രണ്ട് MLA-മാരോടും ചോദിക്കുന്നത്. അതിൽ ഒന്നാമത്തേത്, CPIMന് ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലെന്ന വിമർശനം അത് കോൺഗ്രസിൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് MLA-മാരോടും അഭിപ്രായം ചോദിച്ചിരുന്നു എന്നും ചോദിക്കുന്നുണ്ട്. കൂടാതെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ മേൽ പഴിചാരി സംസ്ഥാന കമ്മിറ്റി രക്ഷപ്പെട്ടു എന്ന നുണ അത് ആരാണ് പറഞ്ഞു തന്നത്? മുഖ്യമന്ത്രി VD സതീശനാണോ അത് പറഞ്ഞു തന്നത്? വർഗീയതയോടുള്ള രണ്ട് MLA-മാരുടെ സമീപനം തുടങ്ങി ഇന്ദിരാ ഗ്യാരണ്ടി വാഗ്ദാനമായി 21,000 രൂപ ആശമാർക്ക് നൽകുന്ന വാഗ്ദാനം അത് എന്തുകൊണ്ട് നൽകിയില്ല തുടങ്ങിയ 10 ചോദ്യങ്ങളാണ് രണ്ട് MLA-മാരോടും ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഈ രണ്ട് TK ഗോവിന്ദന്റെയും വി കുഞ്ഞികൃഷ്ണന്റെയും ഈ വാർത്താ സമ്മേളനത്തോട് കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള വിമർശനം കഴിഞ്ഞ ദിവസങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ചിരുന്നു. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തന്നെ അവർക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.